നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ അല്ലെങ്കിലും മീനിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. എന്നാൽ ഇഷ്ടപ്പെട്ട മീൻ തരാത്തതിന്റെ പേരിൽ ഭക്ഷണം നിഷേധിച്ചിറങ്ങിപ്പോയോ? CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിനെത്തി. കൊണ്ടുവന്നു വെച്ച മീനിലൊന്ന് തൊട്ടു നോക്കി. നല്ല കട്ടി ചൂര മീൻകറിയാണ് അല്ലേ എന്ന ചോദ്യം. സംഗതി ചൂരക്കറിയാണ് എന്ന് മനസ്സിലാക്കിയതോടെ പിണറായി ദേഷ്യപ്പെട്ട് ഊണ് കഴിക്കാതെ ഇറങ്ങിപ്പോയി എന്നാണ് C. ദിവാകരൻ ഇക്കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത്. KDISC സംഘടിപ്പിച്ച യങ് ഇന്നൊവേറ്റേഴ്സ് മീറ്റിൽ മുഖ്യമന്ത്രി ഒരു തള്ളുതള്ളി. കോളേജ് പഠനകാലത്ത് അമ്മ തന്നുവിടുന്ന ചെറിയ റൊട്ടി കഴിച്ചാണ് വിശപ്പടക്കിയിരുന്നത് എന്ന തള്ള്. ഈ തള്ളെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ സഖാക്കളങ്ങ് വലിയ പ്രചാരണം നടത്തി. മുഖ്യമന്ത്രിയുടെ ചെറുപ്പകാലവും ദാരിദ്ര്യവുമൊക്കെ അവർ കണ്ണീരായി സമൂഹ മാധ്യമങ്ങളിലൂടെ പടർത്തിയൊഴുക്കി. ഇതിനു പിന്നാലെയാണ് C. ദിവാകരൻ വെടിപൊട്ടിച്ചത്. C. ദിവാകരൻ പറഞ്ഞ കഥ ഇങ്ങനെ: തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു LDF ജാഥ നടക്കുന്നു. അത് തിരുവനന്തപുരത്തെത്തിയപ്പോൾ എവിടെയാണ് ഭക്ഷണമെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ആനന്ദലവട്ടം ആനന്ദന്റെ വീട്ടിലാണ് ഭക്ഷണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ മുഖത്ത് അത്ര ഇഷ്ടമില്ല. കാരണം ആനന്ദലവട്ടം VS അച്യുതാനന്ദന്റെ ഏറ്റവും അടുത്തയാളാണ്. പിണറായി ആവട്ടെ VSന്റെ മുഖ്യ ശത്രുവായി നിൽക്കുന്ന കാലം. വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് പിണറായി തിരികെ ചോദിച്ചു. മീൻ കൊണ്ടുവന്നു വെച്ചപ്പോൾ പിണറായി വിജയൻ അതിൽ വിരൽ ഒന്ന് അമർത്തി നോക്കി. ഇതെന്തു മീനാണ് എന്ന പിണറായി വിജയന്റെ ചോദ്യം. തൊട്ടടുത്തിരുന്ന C. ദിവാകരൻ പറഞ്ഞു, ഇത് ചൂരയാണ്. ഉടൻ തന്നെ സംഗതി കലിച്ച് പിണറായി വിജയൻ എഴുന്നേറ്റു. ഞാൻ AKG സെന്ററിൽ കാണും, ദിവാകരൻ പോകുമ്പോൾ വിളിച്ചാൽ മതി. ഇത് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ പെട്ടെന്ന് പിണറായി വിജയൻ ഇറങ്ങി പുറത്തേക്ക് നടന്നു. M. സത്യനേശനാണ് അന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. ഉണ്ണാതെ പോയപ്പോൾ ഇതിന്റെ പേരിൽ ഇനി സത്യനേശനെതിരെ നടപടിയെടുക്കുമോ എന്ന് സത്യനേശന് ഭയം. ഇക്കാര്യം തന്നോട് സത്യനേശൻ ചോദിച്ചു. ഇനി എനിക്കെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? എന്തൊരു കലികാലമാണ് എന്ന് നമ്മൾ ഓർക്കണം. CPM പോലൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇതേ പാർട്ടിയുടെ സെക്രട്ടറിക്ക് ചൂരമീൻ കറി കൊടുത്താൽ ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനം തെറിക്കുമോ? വല്ലാത്ത കലികാലം തന്നെ. പിറ്റേന്ന് രാവിലെ ഈ പാവം സത്യനേശൻ പാളയം മാർക്കറ്റിലേക്ക് വെച്ചടിച്ചു. അവിടെ നിന്നൊരു വലിയ നെയ്മീൻ വാങ്ങി. പിന്നീട് പാറശാലയിൽ കൊണ്ടുപോയി കറി വെച്ച് അവിടെ പിണറായി വിജയൻ വരുമ്പോൾ കൊടുക്കാനായി കാത്തിരുന്നു. സത്യനേശൻ പുലർച്ചെ 5 മണിക്കാണ് പാളയം മാർക്കറ്റിലേക്ക് പാഞ്ഞത്. ഈ മീനുമായി നേരെ പാറശാലയിൽ ചെന്ന് സംഗതി കറിയാക്കിയപ്പോൾ മാത്രമാണ് സത്യനേശനൊന്ന് ശ്വാസം നേരെ വീണത്. ഒടുവിൽ ഉച്ചയായപ്പോൾ പിണറായി വിജയനെത്തി. പിണറായി വിജയന് പുതിയ നെയ്മീൻ കറിയൊക്കെ കൊടുത്തു. പിണറായിക്ക് സന്തോഷമായി. അതിനുശേഷമാണ് സത്യനേശൻ ഒന്ന് സമാധാനമായി ഉറങ്ങിയത്. നാട്ടുരാജ്യമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നാട്ടുരാജ്യത്തെ നാടുവാഴികളെക്കാൾ എത്രയോ ഭീകരമാണ് ഇവിടെ പലരുടെയും മനസ്ഥിതി. ഇതൊക്കെ കാണുമ്പോൾ ചിലരെ എടുത്ത് കിടറ്റിലിടാൻ തോന്നും. എന്നാൽ പാവം നമ്മുടെ പഴയൊരു മുഖ്യമന്ത്രിയുണ്ടല്ലോ, ഉമ്മൻചാണ്ടി. അദ്ദേഹം ആൾക്കൂട്ടത്തിന് ഇടയിൽ വെച്ചൊക്കെ എന്തെങ്കിലും ഭക്ഷണം വാരി തിന്നുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു കൃതാർത്ഥത തന്നെയാണ്. പിണറായി വിജയൻ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ടാണ് മടങ്ങിയത് എന്ന് ആനന്ദലവട്ടം ആനന്ദന്റെ മകൻ ഇപ്പോൾ പറയുന്നു. ആനന്ദലവട്ടം ആനന്ദന്റെ മകൻ ജീവ ആനന്ദ് ഇപ്പോൾ രംഗത്തെത്തി. എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഇതൊരു തമാശയായി കരുതിയാൽ മതി എന്നാണ് C. ദിവാകരൻ പറയുന്നത്. പറഞ്ഞതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അന്ന് പിണറായി വിജയന്റെ ജാഥയിൽ വൈസ് ക്യാപ്റ്റനായി രാവും പകലും ഞാനുണ്ടായിരുന്നു. എൻ്റെ വെളിപ്പെടുത്തൽ ഒരു കൗതുകമായി കണ്ടാൽ മതി, വിവാദമാക്കേണ്ട ആവശ്യമില്ല. ദിവാകരൻ പറഞ്ഞത് പച്ചയായ സത്യം. കോൺഗ്രസുകാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതൊരാഘോഷമാക്കുന്നു. ഇന്ന് കണ്ട ഒരു പോസ്റ്റ് ഇങ്ങനെ: നെയ്മീന് പകരം ചൂരമീൻ കണ്ടപ്പോൾ ഡൈനിങ് ടേബിളിൽ നിന്ന് ദാസപ്പ ചക്രവർത്തി എഴുന്നേറ്റ് പോയി എന്ന് ദിവാകരൻ സഖാവ് പറഞ്ഞപ്പോൾ ഇങ്ങനെയും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുവെന്ന് ഓർത്തുപോയി. ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സ്ഥലമുണ്ടോ, എന്താണ് ഭക്ഷണമെന്ന് പോലും ചോദിക്കാതെ പേപ്പർ പ്ലേറ്റിലോ വാഴയിലയിലോ ഭക്ഷണമെടുത്ത് നിന്നുകൊണ്ട് കഴിച്ചിരുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാകും മരണശേഷവും ഉമ്മൻചാണ്ടി സർ കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിലുള്ള സിംഹാസനത്തിൽ ചക്രവർത്തിയായി തുടരുന്നത്. പിണറായി വിജയന് പല ഇരട്ടപ്പേരുകളും ചാർത്തി കൊടുക്കുന്ന സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ നെയ്മീൻ വിജയൻ എന്നൊക്കെയാണ് പാവം പിണറായിയെ വിളിക്കുന്നത്. ചൂരക്കറി ഇഷ്ടമില്ലെങ്കിലും അതിൻ്റെ ചാറെങ്കിലും എടുത്ത് ആ ചോറുണ്ണ് കഴിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഭാഷ വേറെയാണ്. എന്നാൽ മറുവശത്ത് സൈബർ സഖാക്കൾ C. ദിവാകരനെ തീയിടുന്ന കാഴ്ചയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവിടെയുണ്ട് ദിവാകര എന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ കൊടിയേറ്റം എന്ന സിനിമയിൽ ഭരത് ഗോപി പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്തൊരു സ്പീഡ്! ഇതാണ് ഉമ്മൻചാണ്ടിയുടെ മുഖമുദ്ര.
ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ നമ്മൾ പറയും എന്തൊരു സ്പീഡ്. പാതിര വരെ ജനനിബിഡമാണ് ഉമ്മൻചാണ്ടിയുടെ ഓഫീസും പരിസരവുമൊക്കെ. വെളുപ്പാങ്കാലത്ത് വീട്ടിലേക്ക് ജനങ്ങൾ ഇരച്ചെത്തും. പിന്നെ സെക്രട്ടേറിയറ്റിനുള്ളിലെ ഓഫീസ് ക്യാബിനുള്ളിൽ. നോർത്ത് ബ്ലോക്കിലെ 3-ാം നിലയിലെ ഓഫീസ് നിറഞ്ഞു കവിയുമ്പോൾ ആളുകൾ കോറിഡോറിലേക്ക് മാറി അവിടവും ജനനിബിഡമാകുന്ന കാഴ്ച. ഇന്നത്തെ സെക്രട്ടേറിയറ്റും അതിനുള്ളിലെ കെട്ടിടവും ഒന്നുമല്ല പഴയ ഉമ്മൻചാണ്ടിക്കാലം. ഒരു പൂരപ്പറമ്പിൽ നിൽക്കുന്ന പ്രതീതിയാണ് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ലുന്ന ഓരോരുത്തർക്കും. പലരുടെയും കാര്യങ്ങൾ അപ്പോൾ തന്നെ തീർപ്പിലാക്കും. ഇനി മറ്റുള്ളവരുടെ അപേക്ഷകളിന്മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ ഫോളോ അപ്പ് നടത്തും. ഒരിക്കൽ ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങാൻ വന്ന ഒരു ബിരുദന്റെ കഥയും എപ്പോഴും ഉമ്മൻചാണ്ടിയുമായി ചേർത്ത് വെക്കാറുണ്ട്. ഈ പേപ്പറിലൊന്ന് ഒപ്പിടൂ CMA എന്ന് പറഞ്ഞ് പേപ്പർ വാങ്ങി നോക്കുമ്പോൾ അതിലൊന്നുമില്ല. ഇതിലൊന്നുമില്ലല്ലോ എന്ന് ഉമ്മൻചാണ്ടി. ഇപ്പോൾ ഒരു ഒപ്പിട്ടേക്കു, ഞാൻ വേണ്ടതൊക്കെ എഴുതി ചേർത്തോളാം എന്നായി ആ ബിരുദൻ. ഇത്രയും ആളുകളെ കൈകാര്യം ചെയ്തിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരിക്കലും ക്ഷോഭ്യനായി കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത്. ആളുകൾ മുഖ്യമന്ത്രിയെ ഒക്കെ വരപ്പിക്കും, പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒട്ടും കോപമുണ്ടാകില്ല. സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള യോഗങ്ങൾ, രാഷ്ട്രീയ യോഗങ്ങൾ, VIP-കളുടെ സന്ദർശനം തുടങ്ങിയ തിരക്കുകൾക്കിടയിൽ സമയം ലാഭിക്കാൻ എപ്പോഴും ഉമ്മൻചാണ്ടി ചെയ്യുക ഭക്ഷണം അങ്ങ് ഒഴിവാക്കും. ഭക്ഷണത്തിന് താൻ വീട്ടിൽ നിന്നും അറിയാമ പലവട്ടം വിളിക്കും. ഒടുക്കം മിക്കവാറും ചോറ് കൊടുത്തുവിടും. അതൊന്ന് കഴിച്ചെന്ന് വരുത്തി ഉമ്മൻചാണ്ടി വീണ്ടും തിരക്കിലേക്ക് കടക്കും. കോൺഗ്രസിനെ പൊതുവെ ആൾക്കൂട്ട പാർട്ടി എന്നാണ് പറയാറുള്ളത്. ആ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരാനും ആൾക്കൂട്ടത്തെ ചുമലിലേറ്റാനും പറ്റിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഒരു പ്രശ്നമുണ്ടായാൽ ഉമ്മൻചാണ്ടിയെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതിയായിരുന്നു എന്ന തോന്നൽ പൊതുവെ കോൺഗ്രസ് പ്രവർത്തകരിലും കേരളത്തിലെ സാധാരണക്കാരിലുമുണ്ട്. അതുതന്നെയാണ് ആശ്രയം, അതുതന്നെയാണ് കേരളത്തിൻ്റെ നട്ടെല്ല്. അതിരാവിലെ 5-5:30 മണിക്ക് ഉമ്മൻചാണ്ടിയുടെ ദിവസം തുടങ്ങിയിരുന്നു. പിന്നീട് വെളുപ്പാങ്കാലത്ത് തന്നെ പല ആളുകളിൽ നിന്ന് നിവേദനം വാങ്ങിത്തുടങ്ങും. രാവിലെ ഇത്തിരി ദോശയും ചട്നിയുമാണ് ഇഷ്ടം. പുട്ടും കടലയും ഒക്കെ ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ച് ഇന്ന ഭക്ഷണം വേണം എന്ന നിർബന്ധമൊന്നുമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും സന്തോഷം താൻ കൂടുതൽ ഇഷ്ടപ്പെട്ട വിഭവം മുന്നിലെത്തണമെന്നല്ലായിരുന്നു മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക്. 3-4 ഫോണുകൾ പിടിച്ചുകൊണ്ട് ചുറ്റും ആളുകൾ. അതിനിടയിൽ ഇടയ്ക്ക് കയ്യിലേക്ക് ഫോൺ വെച്ചു കൊടുക്കും, ചിലപ്പോൾ ചെവിയിലേക്ക്. 2 മിനിറ്റ് കൊണ്ട് കുളിയും ഷേവിങ്ങും ഒക്കെ പൂർത്തിയാക്കും. തലമുടി ചീകി എന്ന് വരുത്തും. ഷേവിങ് മിക്കവാറും അല്പമൊക്കെ ബാക്കി താടി വെച്ചുകൊണ്ടാവും. രാവിലത്തെ ഭക്ഷണം എഴുന്നേറ്റ് നിന്നോ ഇരുന്നെന്ന് വരുത്തിയോ ഒരുവിധമൊന്ന് കഴിച്ചു തീർക്കും. എന്നിട്ട് ഓട്ടട ഓട്ടം. ഉച്ചയ്ക്ക് ഇത്തിരി പുഴുക്കലരിച്ചോറിൻ്റെ ഊണ്. പച്ചരിച്ചോറ് ഇഷ്ടമല്ല. ഇനി പച്ചരിച്ചോറേ ഉള്ളൂ എങ്കിൽ അത് വേണമെങ്കിലും ഉമ്മൻചാണ്ടി അങ്ങ് കഴിക്കും. നല്ല കപ്പപ്പുഴുക്കും കരിമീനുമാണ് ഉമ്മൻചാണ്ടിക്ക് പ്രിയപ്പെട്ടത്. എന്ന് വെച്ച് അത് കിട്ടണമെന്ന വാശിയൊന്നുമില്ല. മത്തിക്കറിയും ഇഷ്ടമാണ്. മത്തി, അയല, നെത്തോലി, ചെമ്മീൻ എന്നിവയൊക്കെ ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ യഥേഷ്ടം കിട്ടും ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ. മറിയാമ്മയ്ക്കിഷ്ടം ഫിഷ് മോളി, അതുതന്നെയാണ് ഉമ്മൻചാണ്ടിക്കിഷ്ടം. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഉച്ചയ്ക്ക് വീട്ടിലാണെങ്കിൽ ഫിഷ് മോളി നിർബന്ധമായും ഉണ്ടാകും. BP അല്പം കുറവായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. ഡയബറ്റിക്സ് അത്ര പ്രശ്നമായി ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം നമുക്ക് നിസ്സംശയം പറയാം, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടയിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവാനന്ദന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്തായാലും താൻ പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുകയാണല്ലോ C. ദിവാകരൻ. പാർട്ടിയുടെ തലമുതിർന്ന സഖാക്കൾ EMS-ഉം VTR-ഉം തുടങ്ങി സാധാരണ സഖാക്കളും നാട്ടുകാരുമൊക്കെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വിശപ്പിന്റെ വില നന്നായി അറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഭക്ഷണം കഴിക്കും. പരാതി പറഞ്ഞതായി ഇന്ന് വരെ കേട്ടിട്ടില്ല. അമ്മയ്ക്ക് ഭക്ഷണവും മരുന്നാണ്. ഇത് വീട്ടിൽ വരുന്ന പല സഖാക്കൾക്കും അറിയാം. പലപ്പോഴും ഗുണമുള്ള മലക്കറി സൂപ്പും പലധാന്യ കുറുക്കുമെല്ലാം രുചിയില്ലെങ്കിലും ഗുണത്തെ ഓർത്ത് പലരും കുടിച്ചിട്ടുണ്ട്. സഖാവ് EMS കഴിക്കുന്ന ഭക്ഷണ രീതി കണ്ടും കേട്ടുമാണ് വളർന്നിട്ടുള്ളത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രത്തിൽ കളയാനൊന്നും കാണില്ല. എല്ലാം കഴിച്ച് പാത്രത്തിൽ എന്തെങ്കിലും പറ്റിയിരുന്നാൽ അതും എടുത്ത് കഴിച്ച് ക്ലീനാക്കി വെക്കും. ഞങ്ങൾ കഴിക്കുമ്പോൾ ഒരു ചോറ് താഴെ പോയാൽ അതെടുത്ത് കഴിച്ചേ മതിയാകൂ. കളയാൻ അമ്മ സമ്മതിക്കില്ല. ചോറ് താഴെ പോയാൽ അപ്പോൾ സഖാവ് EMS ഭക്ഷണം കഴിക്കുന്ന രീതി പറഞ്ഞു തരും. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോഴും നേതാക്കൾ ചെറിയും കീഴ് വരുമ്പോൾ ഭക്ഷണം തയ്യാറാക്കാറുണ്ടായിരുന്നു. നേതാക്കൾക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അത് AKG സെൻറ്ററിൽ നിന്നും വിളിച്ചറിയിക്കും. സഖാവ് EMS-ന് കറികളിൽ ഉപ്പും എരിവും പുളിയുമൊന്നും പാടില്ല. തേങ്ങാപ്പാലിൽ മീൻ വേവിച്ച് അതിൽ ഒരു തക്കാളി അരിഞ്ഞിടും. അങ്ങനെയാണ് സഖാവ് EMS കഴിക്കുന്നത്. BTR-നും എരിവും ഉപ്പും പാടില്ല. BTR-ന് തയ്യാറാക്കിയ ഭക്ഷണം പാത്രത്തിലാക്കി പ്രത്യേകം പേരെഴുതി ഒട്ടിച്ചു വെച്ചിരുന്നു എന്ന് അമ്മ ഓർക്കുന്നു. സഖാവ് ഗൗരിയമ്മയ്ക്ക് പൊടിയരിക്കഞ്ഞിയും കായ കൊണ്ടുള്ള അവിയലും. അതിൽ കടുക് വറക്കാൻ പാടില്ല. കുഞ്ഞന്മാർക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ചിട്ടേ സഖാവ് ഗൗരിയമ്മ കഴിക്കൂ. സുശീല സഖാവിന് എന്തു കൊടുത്താലും കഴിക്കും. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ടെൻഷനില്ല.
അമ്മയ്ക്ക് ഇപ്പോഴും വിഷമമുള്ളത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണുനേരം കഴിഞ്ഞ ശേഷം അച്ഛൻ പീരപ്പക്കോട് മുരളി സഖാവിനെയും കൊണ്ടുവന്നപ്പോൾ ചോറും കുറച്ച് നെത്തോലിക്കറിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. കൊടുത്ത ഭക്ഷണം കഴിച്ച സഖാവ് സന്തോഷത്തോടെ പോയി. നായനാർ സഖാവ് പല പ്രാവശ്യം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സഖാവ് VS ഒരിക്കൽ എത്തുമെന്ന് പറഞ്ഞ ദിവസം വന്നില്ല. പക്ഷെ പിന്നീട് ഒരിക്കൽ വന്നപ്പോൾ കൂവരവ് കാച്ചിയത് കുടിച്ചു, ഒരു പഴവും കഴിച്ചു, മറ്റ് ഭക്ഷണമൊന്നും കഴിച്ചില്ല. കാട്ടായിക്കോണം സഖാവ് എല്ലാ അശ്വതി ഭരണി ഉത്സവത്തിനും അശ്വതി ദിവസം ആശാരി സഖാവുമായി എത്തുമായിരുന്നു. ആൽത്തറമൂട് കരയിൽ തിരുവിഴ ജയശങ്കറിൻ്റെ നാഗസ്വരവും വളയപ്പെട്ടി സുബ്രഹ്മണ്യത്തിൻ്റെ തകിലും കേൾക്കാൻ അപ്പോൾ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കും. പിണറായി സഖാവ് ഒരിക്കൽ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മുഖമുയർത്തി നോക്കി നിൽക്കുന്ന സ്ത്രീകളിൽ ഒരാളെ ചൂണ്ടി ഇതാണോ ആനന്ദൻ്റെ ഭാര്യ എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്തു നിന്ന് അമ്മയെ ചൂണ്ടി അച്ഛൻ പരിചയപ്പെടുത്തി. ഭക്ഷണമെല്ലാം കഴിച്ച് സന്തോഷത്തോടെ അമ്മയോട് യാത്ര പറഞ്ഞ് അന്നുപോയി. കരിമീനും പരിച്ചിയിലുമായിരിക്കും മിക്കവാറും നേതാക്കൾ വരുമ്പോഴുള്ള സ്പെഷ്യൽ. നാട്ടിലെ സഖാക്കളാണ് മീൻ എത്തിക്കുന്നത്. നക്സൽ മാമൻ, തുളസി മാമൻ എന്നിവരൊക്കെ ഭക്ഷണ പാചകം ചെയ്യാൻ അമ്മയെ സഹായിക്കാനായി ഭാരതിയമ്മ വരും. ഭാരതിയമ്മ സൂപ്പറായി മീൻകറി വയ്ക്കും. അമ്മ ചപ്പാത്തി ഉണ്ടാക്കും. അതിന് മാവ് കുഴയ്ക്കാനും മറ്റും ഞങ്ങളെ സഹായിക്കും. ഒരിക്കൽ കൊഞ്ച് നുള്ളിയെടുത്തത് ഞാനായിരുന്നു. ഭക്ഷണം വിളമ്പാൻ സഹായിക്കുന്നത് കനകൻ മാമൻ. മാമനാകുമ്പോൾ എല്ലാവർക്കും വിളമ്പി എത്തിക്കും. മേൽപ്പറഞ്ഞവർ മാത്രമല്ല, മുതിർന്ന സഖാക്കളും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പലപ്പോഴും വീട്ടിൽ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. 2016-17 ഓണത്തിനുള്ള വള്ളംകളിക്ക് വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണമല്ലായിരുന്നു, പുറത്തുനിന്നും വരുത്തി നൽകുകയായിരുന്നു. അച്ഛൻ MLA ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ അവധി ദിവസങ്ങളിൽ അച്ഛനെ കാണാൻ വരുന്നവരൊക്കെ പോയി അച്ഛനും ഇറങ്ങിയ ശേഷമായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. കാരണം വരുന്നവരിൽ ചിലരോടെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ലൈലെ കാപ്പി കൊടുക്കൂ എന്ന് വിളിച്ചു പറയും. ഉണ്ടാക്കിയ ഭക്ഷണം തീർന്നു പോയാൽ അമ്മയ്ക്ക് അങ്കലാപ്പാകും. ഇത് മനസ്സിലാക്കി ഞാൻ അത്തരം ദിവസങ്ങളിൽ ആളൊഴിഞ്ഞ ശേഷം ഉച്ചയോടെയായിരിക്കും രാവിലത്തെ ഭക്ഷണം കഴിക്കാറുണ്ട്. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. ജീവാനന്ദൻ്റെ ഈ കുറിപ്പിൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരിക്കൽ പിണറായി വിജയൻ ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിരുന്നു. പക്ഷേ C. ദിവാകരൻ പറഞ്ഞ ദിവസമാണോ പിണറായി എത്തിയത് എന്ന് ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നില്ല. ചുരുക്കത്തിൽ അന്ന് ജാഥ നടന്ന ദിവസം C. ദിവാകരനൊപ്പം പിണറായി ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിലെത്തി. ഇനി മറ്റൊരു ദിവസം എത്തി ഭക്ഷണം കഴിച്ച കഥയാണോ ജീവാനന്ദ് പറയുന്നത്? C. ദിവാകരൻ തർപ്പിച്ചു പറയുന്നു. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. എങ്കിലും നെയ്മീനല്ല ചൂരക്കറിയാണ് എന്ന് തിരിച്ചറിഞ്ഞ പിണറായി ഭക്ഷണം ഒഴിവാക്കി അത് വേണ്ട എന്ന് വെച്ച് തിരിച്ചിറങ്ങി നടന്നു എങ്കിൽ ആ കുടുംബത്തെ അത് വിളമ്പിക്കൊടുത്ത അമ്മയെ എത്രമാത്രം അത് വേദനിപ്പിച്ചിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.